അപ്പൊ ഇവിടെ താരകാസുരൻ പറയുകയാണ് വീരബാഹുവിനോട്, എന്റെ ബലം നിനക്ക് അറിയില്ല. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം യുദ്ധത്തിനിടയിൽ ആ വിഷ്ണു എന്റെ നേരെ പ്രയോഗിച്ചപ്പോൾ അത് ഏറ്റുവാങ്ങിയവനാണ്. ഇന്ദ്രന്റെ കയ്യിലെ വജ്രായുധം, അഗ്നിയുടെ കയ്യിലെ വേല്, യമധർമ്മന്റെ ദണ്ഡ്, വരുണന്റെ പാശം, ആ ഈശാനന്റെ ശൂലം, ബ്രഹ്മാസ്ത്രം പോലും എന്റെ കയ്യിൽ നിസ്സാരമാണ്, എന്റെ മുന്നിൽ നിസ്സാരമാണ്. ഇവരൊക്കെ തന്നെ അവരുടെ ആയുധങ്ങൾ എന്റെ നേരെ പ്രയോഗിച്ചിട്ടുണ്ട്, അവരൊക്കെ പരാജയപ്പെട്ട് മടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഹേ വീരബാഹു, നീയും നിന്റെ സഹോദരന്മാരും നിന്റെ സൈന്യങ്ങളും അധികം താമസിയാതെ നശിക്കാൻ പോവുകയാണ്. ഇനി നിന്റെയും സൈന്യങ്ങളുടെയും നാഥനായിട്ടുള്ള ആ സ്കന്ദനെയും ഞാൻ പരാജയപ്പെടുത്താൻ പോവുകയാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അതിഘോരമായിട്ടുള്ള ആ യുദ്ധം അങ്ങനെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ താരകാസുരൻ തുടർന്ന് മായായുദ്ധത്തിലായിട്ട് പുറപ്പെട്ടു. മുമോച താരകശാപി താൻ ചിതേന നിവാരയൽ ശതൈരുഗ്രൈരണേ ധന്വീ തദത്ഭുതം ഇവാഭവൽ പുനർദർശ സഹസ്രേണ വവർഷയുധിദാനവ താദൃശൈർ ഏവ തൽ സംഖ്യേസോപിന്യവാരയൽ. അങ്ങനെ മായായുദ്ധം ആരംഭിച്ചു എന്നും ഇപ്പൊ താരകാസുരന്റെ ആ മായാകർമ്മങ്ങളെയൊക്കെ ഇവിടെ വീരബാഹു ആദ്യം തടഞ്ഞു, നശിപ്പിച്ചുകൊണ്ട് തന്റെ ആയുധങ്ങളെ പ്രയോഗിച്ച് ഓരോ അസ്ത്രത്തിനും പ്രത്യസ്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് ആ യുദ്ധം അങ്ങനെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് പറഞ്ഞു. ഐന്ദ്രാസ്ത്രം പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രത്യസ്ത്രമായിട്ട് ഐന്ദ്രാസ്ത്രം കൊണ്ടും യാമ്യാസ്ത്രത്തിനെ മറ്റൊരു യാമ്യാസ്ത്രം കൊണ്ടും ഒക്കെയാണ് നശിപ്പിച്ചത്. ഒടുവിൽ താരകാസുരൻ തന്റെ മായാവിദ്യകളൊക്കെ തീർന്നു കഴിഞ്ഞു, അതൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ബോധ്യമായിട്ടാണ് ആ ക്രൗഞ്ചപർവ്വതത്തിലെ ഒരു ഗുഹയിൽ പോയി പ്രവേശിച്ചു എന്നാണ്. അതിഘോരമായിട്ടുള്ളൊരു ഗുഹയാണ് ക്രൗഞ്ചത്തിലെ. അങ്ങനെ ഈ താരകാസുരൻ ഗുഹയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ക്രൗഞ്ചനും ഒരു അസുരസ്വരൂപിയാണ് എന്ന് പറഞ്ഞു. താരകനെ പിന്തുടർന്നു വരുന്ന ആ സേനാനിയായിട്ടുള്ള വീരബാഹുവിനെ മോഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പലതരത്തിലും അതിഭയങ്കരമായിട്ടുള്ള ഇരുട്ട് സൃഷ്ടിക്കുക, ആ അന്ധകാരം കൊണ്ട് മോഹിപ്പിക്കുക. അതുപോലെ തന്നെ അനേകം ഗുഹാമാർഗങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് താരകൻ എന്ന് സംശയമാവും. അപ്പൊ ഓരോ വഴിയിൽ കൂടിയിട്ടും അകത്ത് കടന്നാൽ പിന്നീട് പുറത്തു കടക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്നു. അപ്പൊ എവിടെ ചെന്നിട്ടും ഈ താരകാസുരനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ആ ക്രൗഞ്ച പർവ്വതത്തിന്റെ ക്രൗഞ്ചന്റെ ആ മായാബലം കൊണ്ട് വളരെയധികം ക്ലേശിച്ചു എന്നാണ് ഈ വീരബാഹു. ഈ ആയുധങ്ങളൊന്നും ഇപ്പോൾ ഏൽക്കുന്നില്ല. അസുരന്റെ മായ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ വീരബാഹുവിനെ പിന്തുടർന്നുകൊണ്ട് ഒപ്പമുള്ള 8 വീരന്മാർ അവരും ഈ ക്രൗഞ്ചപർവ്വതത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഒടുവിൽ ആ ഗുഹാമുഖങ്ങളൊക്കെ അടച്ചു എന്നാണ് അസുരൻ. അപ്പൊ താരകാസുരൻ കരുതി, ഞാൻ വിജയിക്കാൻ പോവുകയാണ്. തന്നെ ആക്രമിക്കാൻ വന്നവരൊക്കെ വീരബാഹുവും മറ്റ് സൈന്യാധിപന്മാരുമൊക്കെ ഇപ്പൊ ഗുഹയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു. വേഗം പുറത്തു കടന്നു താരകാസുരൻ. എന്നിട്ടാണ് ഒരു തേരിൽ കയറി അവിടുന്ന്
വീണ്ടും യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. ദേവസൈന്യങ്ങളുടെ നേരെ ആക്രമണം അഴിച്ചുവിട്ടു. അപ്പൊ ഇവിടെ പിന്നീടുള്ള താരകാസുരന്റെ ആക്രമണത്തിൽ ദേവസൈന്യങ്ങളൊക്കെ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. അപ്പൊ ഇവിടെ യുദ്ധത്തിന്റെ നേതൃത്വം കൊടുക്കാൻ ആരുമില്ലാതെയാവുക. ഏത് സംഗതി ചെയ്യണമെങ്കിലും അതിന് ഒരു നായകസ്ഥാനം, നേതൃത്വസ്ഥാനം കഴിവുള്ള ഒരാള് വേണം നിയന്ത്രിക്കാൻ. അപ്പൊ ഇവിടെ സേനാനിയായിട്ടുള്ള വീരബാഹു ഈ ക്രൗഞ്ചപർവ്വതത്തിന്റെ ഉള്ളിൽ പെട്ടുപോയിരിക്കുകയാണ്. അപ്പൊ സേനാനായകനില്ലാതെ ഈ ദേവസൈന്യങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്നു. താരകാസുരൻ ആക്രമണത്തില് പരാജയപ്പെടുമെന്ന അവസ്ഥ വന്നു ചേർന്നു. ഉടൻ തന്നെ നാരദ മഹർഷി ആ ദേവസേനാപതിയായിട്ടുള്ള സ്കന്ദനെ, സുബ്രഹ്മണ്യനെ സമീപിച്ചുകൊണ്ട് ഇതൊക്കെ അറിയിച്ചു. ഭഗവാനെ, വീരബാഹു അതുപോലെ തന്നെ ആ അഷ്ടഗണങ്ങൾ, വീരബാഹുവിന്റെ ഒപ്പമുണ്ടായിരുന്ന 8 സൈന്യാധിപന്മാരുമൊക്കെ ക്രൗഞ്ചപർവ്വതത്തിന്റെ ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോയിരിക്കുകയാണ്. അവർ ജീവനോടുകൂടി ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇപ്പോ ദേവസൈന്യങ്ങൾക്ക് പരാജയമുണ്ടാവുമെന്ന അവസ്ഥയാണ്. ഞങ്ങളെ ഈ ആപത്തിൽ നിന്ന് രക്ഷിച്ചാലും എന്ന നാരദന്റെ ആ ഒരു പ്രാർത്ഥന കേട്ട് വേഗം തന്നെ സ്കന്ദൻ പുറപ്പെടുകയാണ്. എന്നെ ആശ്രയിച്ചവർക്ക് ഒരിക്കലും ഭയമുണ്ടാവരുത്, ദുഃഖമുണ്ടാവരുത്. മൽഭക്ത ദ്വേഷ്ടി യോ മോഹാൽ സമാം ദ്വേഷ്ടി നരാധമ മമാശ്രിതാനാം ലോകേസ്മിൻ കുതോ ഭീതി ക്വചക്ഷതി ഭക്താനാം ച ജഗത്യസ്മിൻ ക്വരയ ക്വചവാഗത. എന്നെ ആശ്രയിച്ചവർക്കൊരിക്കലും പരാജയമുണ്ടാവില്ല. എന്റെ ഭക്തനെ ദ്വേഷിക്കുന്നവർക്കും അവരെ എന്നെ തന്നെ ദ്വേഷിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ആ അപരാധം ഞാൻ സഹിക്കുകയില്ല. എന്നോട് അപരാധം ചെയ്യുന്നത് ഇനി ഇന്ദ്രനാണെങ്കിൽ പോലും ആ ഇന്ദ്രനും വധ്യനാണ്. ആ ക്രൗഞ്ചപർവ്വതത്തെ പിളർന്ന് ആ ക്രൗഞ്ചന്റെ മായയിൽ മോഹിതരായ വീരബാഹുവിനെ, മറ്റ് അഷ്ടസേനാ നായകന്മാരെയും ഞാൻ രക്ഷിക്കും, താരകാസുരനെ നിഗ്രഹിക്കും. അങ്ങനെ ശൂരപത്മാസുരന്റെ സഹോദരനെയും അസുര സൈന്യങ്ങളെയും എല്ലാവരെയും യമപുരിയിലേക്ക് അയക്കും എന്നിങ്ങനെ ശപഥം ചെയ്തുകൊണ്ടാണ് വേഗം തന്നെ ആ തേരിൽ കയറി. ആ തേരിന്റെ സാരഥിയായിട്ട് വായു തന്നെയാണ്, വായുവേഗത്തിൽ വായുദേവൻ തന്നെയാണ്. വേഗം കുതിരകളെ ആ രഥത്തിൽ യോജിപ്പിച്ചു. വേഗം തന്നെ പെരുമ്പറ ശബ്ദം മുഴങ്ങാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ ശംഖ ശബ്ദം മുഴങ്ങാൻ ആരംഭിച്ചു. എല്ലാവരും ആ സുബ്രഹ്മണ്യനെ സ്തുതിക്കാൻ ആരംഭിച്ചു. അവതാരങ്ങളൊക്കെ വാഴ്ത്തി കൊണ്ട് സ്തുതിക്കാൻ ആരംഭിച്ചു. മഹർഷിമാരും ദേവന്മാരും മംഗളപാഠങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ദേവസേനാപതിയായിട്ടുള്ള സ്കന്ദൻ പുറപ്പെടുകയാണ്. അങ്ങനെ ആ സേനാ മധ്യത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധക്കളത്തിലേക്ക് ഒരു മേരുപർവ്വതം പോലെ, സൂര്യനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്നതായിട്ടുള്ള ആ രഥം വന്നു നിൽക്കുമ്പോ താരകാസുരൻ അത്ഭുതപ്പെട്ടു. ചോദിക്കുകയാണ്, ആരാണ് ഈ മുൻപിൽ വന്ന് നിൽക്കുന്നത്? അവ പറഞ്ഞു, ഒരു സേവകൻ പറഞ്ഞു, അത് ആ ശിവപുത്രനായിട്ടുള്ള ശംഭോ സാക്ഷാ ജഗൽഭർത്തു സർവജ്ഞാത അധികോബലേ സത്വേ ധൈര്യജസാമധ്യേ ശരാസന വികർഷണേ. ശിവപുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യനാണ്, സ്കന്ദനാണ്, ദേവന്മാരുടെയൊക്കെ സേനാനിയാണ്.
ശംഭുപുത്രനാണ് എന്നൊക്കെ ആ സ്കന്ദനെ, കാർത്തികേയനെ കുറിച്ച് വർണ്ണിച്ചു കേൾപ്പിച്ചു സേവകൻ ഈ താരകനോട്.